അതിന്റെ വിജയത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ നിലക്കുമുള്ള കുതന്ത്രങ്ങൾ വരഞ്ഞുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിന്റെ വളർച്ചയെ തടയുന്നതിന് വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളായ ബിജെപിയും സമുദായത്തിന്റെ മൊത്തം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരണം. അതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും തിരിച്ചുവരവിന്റെ അനിവാര്യത എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ വർഗീയതക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ വികസനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള ശക്തികൾ കേരളത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ അതിന്റെ വളർച്ചയെ തടയുന്നതിന് വേണ്ടി ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോലീബി സഖ്യം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും ബിജെപിയും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി. അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തനിമയാർന്ന രീതിയിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ തടഞ്ഞു നിർത്തുവാനോ തളർത്തുവാനോ കഴിയാത്ത വിധം അതിന്റെ പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. SDPIയെ വിരലിലെണ്ണാവുന്ന സീറ്റിൽ ഒതുക്കി ഞങ്ങൾ അപ്രസക്തമാക്കുമെന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ച സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ മിന്നുന്ന വിജയവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് SDPIക്ക്? പ്രിയപ്പെട്ട ഓമല്ലൂരിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കറിയാം, കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ഒരു പാർട്ടിയാണ് SDPI. അന്വേഷണ ഏജൻസികളെയും പോലീസ് സംവിധാനത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ ഒരു ഭാഗത്ത് വേട്ടയാടുകയും മറുഭാഗത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഓമല്ലൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട 10ാം വാർഡിൽ നിന്നും ജനവിധി തേടിയ ജുനൈദ് വിജയിക്കാൻ വേണ്ടി അവിടെ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 11ാം വാർഡിൽ MP-യെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ അടിവേര് ഞങ്ങൾ
എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തൊട്ട എതിരാളിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഓങ്ങല്ലൂരിന്റെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11ാം വാർഡിലെ മെമ്പർ CT ഫസൽ കഴിഞ്ഞ 3 തവണകളായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13ാം വാർഡ് പഴഞ്ചേരി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് എന്ന് അവകാശപ്പെട്ട പഴഞ്ചേരിയുടെ മണ്ണിൽ അനില അശോകൻ അവരെയും വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 16ാം വാർഡ് നസീജയുടെ വികസന തുടർച്ചയ്ക്ക് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ അതോടൊപ്പം തന്നെ 18ാം വാർഡ് കൊണ്ടൂർക്കരയിലെ SDPIയുടെ യുവ നേതാവ് അഹമ്മദ് കബീർ അദ്ദേഹത്തെയും വിജയിപ്പിച്ചെടുക്കുവാൻ SDPIക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് കാരക്കാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വോട്ട് വാങ്ങി. എന്നാൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും എന്ന് മാത്രമല്ല ചില കുപ്രചരണങ്ങളും മാന്യമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് SDPI പരാജയപ്പെട്ട വാർഡ് കാരക്കാട് വാർഡും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിൽ പാർട്ടിയെ അപ്രസക്തമാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ കാരക്കാട് ഞങ്ങൾക്ക് ചെറിയ വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നു പൂർവാധികം ശക്തിയോടുകൂടി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് വാർഡും ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തിരിച്ചു പിടിച്ച് തന്നെ SDPI മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ SDPIയുടെ പ്രവർത്തകർ പൊതുപ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായി ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നൽകുന്ന ഉറപ്പ് തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുകയും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ തിരുത്തേണ്ടത് ഞങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് ജനങ്ങളാണ് ഞങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഓങ്ങല്ലൂരിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് തുടർന്നുള്ള സമയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്നതുപോലെ തന്നെ SDPIക്ക് നിങ്ങളുടെ അകമണിഞ്ഞ സഹായവും പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നുള്ളത്
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി 2009 ജൂൺ മാസം 21-ാം തീയതി രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് മുതൽ പാർട്ടി പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി കൊണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മരുതൂരിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയ ഷഹീദ് നിസാർ സാഹിബിന്റെ അനുസ്മരണമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നിസാർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മരുതൂര് പ്രദേശത്തെ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും നിസാറിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. നാടിന്റെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സമയത്തും വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന സഹോദരനായിരുന്നു നിസാർ സാഹിബ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കൊറോണ കാലഘട്ടങ്ങളിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾക്ക് പോലും, അതല്ല എങ്കിൽ കുടുംബങ്ങൾക്ക് പോലും അപ്പുറത്തെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ അവനാന്റെ വീട്ടിൽ തന്നെ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് പോലും പോകാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നിസാർ സാഹിബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറയുന്നത്, ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒന്നിനെയും ഭയപ്പെടാതെ, കൊറോണ പകരുമെന്ന് ഭയപ്പെടാതെ ഏത് വീടുകളിലേക്കും കയറി ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും അദ്ദേഹത്തെ കൊണ്ട്, അതല്ല എങ്കിൽ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ പ്രധാനിയായിരുന്നു നിസാർ സാഹിബ്. കൊറോണ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം മരുന്നടിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരെയായും ആരെയും കാത്തിരിക്കാതെ തന്നെ ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് വീട്ടുകാരെ സമീപിച്ച് മരുന്നടിച്ച് വീട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതായും ആ നാട്ടുകാരും പ്രവർത്തകരും അതിന് നേതൃത്വം നൽകിയത് നിസാറായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു നിസാർ സാഹിബ് എന്നുള്ളത്. അദ്ദേഹത്തെ പാലക്കാട് നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലുടനീളം SDPIയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും കള്ളക്കേസിൽ കുടുക്കി ഈ ആശയത്തിന്റെ പ്രചരണത്തെയും ഇതിന്റെ പ്രവർത്തനത്തെയും തടഞ്ഞു നിർത്താൻ വേണ്ടി സംഘപരിവാര ശക്തികളുടെ നേതൃത്വത്തിലുള്ള സംവിധാനവും അതിനോടൊപ്പം നിന്നുകൊണ്ട് അന്വേഷണ ഏജൻസികളും പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇവർ ശ്രമിച്ചതിന്റെ ഫലമായിക്കൊണ്ട് നിസാർ സാഹിബിനെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്.
വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ഞാനും സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റും ജയിലധികൃതരും നീതിപൂർവമായിട്ടുള്ള ഇടപെടലുകളല്ല അദ്ദേഹത്തോട് ചെയ്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് നിയമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നീതി നൽകണമെന്നുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതും. ഈ സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് പറയാനുണ്ടായ ഒരു കാര്യം, അദ്ദേഹവും ഭാര്യയും മകനുമായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹവും കണ്ടുമുട്ടുന്ന സമയത്ത് സലാം പറഞ്ഞ് കൈപിടിച്ച് ആദ്യമായി നിസാർ സാഹിബ് എന്നോട് ചോദിച്ചത്, ഇന്നത്തെ സാഹചര്യം പോലെയല്ല അന്ന് ജില്ലയിലുടനീളം SDPIയുടെ പ്രവർത്തകരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നാണ്, രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന ആ ഒരവസ്ഥയിലും നിസാർ സാഹിബ് എന്നോട് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ച മുഴുവൻ ആളുകളോടും ആദ്യമായി നിസാർ സാഹിബിന് ചോദിക്കാനുണ്ടായിരുന്നത് അത് മാത്രമായിരുന്നു. ഇത് നിസാർ സാഹിബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് ജയിലറപ്പുലുകിയിട്ടുള്ള മുഴുവൻ ആളുകളും അവരെ സന്ദർശിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ചോദിക്കാറുള്ളത്, നമ്മുടെ പാർട്ടി, നമ്മുടെ പ്രസ്ഥാനം എന്താണ് അവസ്ഥ? അതിനെ നമുക്ക് വളർത്തേണ്ടതിൽ ഞങ്ങളുടെ ഒരു കുറവ് അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ് ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് നിസാർ സാഹിബും അതോടൊപ്പം തന്നെ ജയിലറ പുൽകിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും നമ്മോടൊന്ന് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വർഗത്തിലിരുന്നു കൊണ്ട് നിസാർ സാഹിബ് ഇന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ സ്വപ്നം, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിറവേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. 3 സീറ്റുകളിൽ നിന്ന് 5 സീറ്റുകളിലാക്കി നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ തവണ നിസാർ സാഹിബ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മരുതൂരിൽ 2020 നമ്മൾ മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ 36 വോട്ടുകളായിരുന്നു നിസാർ സാഹിബിനെ അദ്ദേഹം മത്സരിച്ചപ്പോൾ കിട്ടിയത് എങ്കിൽ നിസാർ സാഹിബിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 197 വോട്ടുകളോടുകൂടി ചരിത്രപരമായ മുന്നേറ്റം നിസാറിന്റെ മണ്ണിൽ SDPIക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് നിസാർ സാഹിബ് എത്രത്തോളം ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ പോരാട്ടം നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാനുള്ളതല്ല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും രാജ്യത്തുടനീളം ഈ രക്തസാക്ഷികളുടെ, ജയിലറ പുല്ലിയവരുടെ,
അവരുടെ നഷ്ടങ്ങളിൽ നിന്ന്, അവരുടെ വേദനകളിൽ നിന്ന്, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് SDPIയും നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ വന്നുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ മാഞ്ഞുപോയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാണോ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നത്, ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കൂടുതൽ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 36-ൽ നിന്ന് 197-ലേക്ക് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വെരുതൂരിൽ 3 സീറ്റുകളിൽ നിന്ന് 5 സീറ്റുകളിലേക്ക് ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്കും ഈ പാർട്ടി മാറിയെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ ഷാൻ, അദ്ദേഹത്തെയും നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ ഇല്ലാതാക്കുവാനും പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്തുവാനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് RSS കാബാലികർ അദ്ദേഹത്തെ അറുങ്കൊല ചെയ്തു എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ ഷഹീദ് ഷാൻ സാഹിബിന്റെ നാട്ടിൽ നേരത്തെ നിസാർ സാഹിബിന്റെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി 706 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ധീര രക്തസാക്ഷി ഷഹീദ് ഷാൻ സാഹിബിന്റെ മണ്ണിലും ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയെ കളിപ്പിക്കാൻ മിന്നുന്ന വിജയം നേടാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കോൺഗ്രസും ലീഗും BJPയും CPMഉം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് SDPIയെ പരാജയപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. എന്നാൽ SDPI എന്ന് തീരുമാനിച്ചിരുന്നു. എന്നും തീരുമാനിക്കുന്നു, ഇന്നും നാളെയും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള ലീഗും കോൺഗ്രസും CPMഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു, BJP സംഘപരിവാര ശക്തികളെ സംബന്ധിച്ചിടത്തോളം നോ കോംപ്രമൈസ്. അവരെ പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി SDPI മാത്രമാണ്. വിശദമായി AK ഇവിടെ സൂചിപ്പിക്കും. ഞങ്ങൾ പറയുന്നു, തൃത്താല നിയോജക മണ്ഡലത്തിൽ BJPയെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 18,000 വോട്ട് നേടിയ BJPയെ ഒരു സീറ്റിലേക്ക് ഒതുക്കാൻ SDPIക്ക് സാധിച്ചു. എന്ന് മാത്രമല്ല, BJPയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് തൃത്താല നിയോജക മണ്ഡലത്തിൽ SDPI അക്കൗണ്ട് തുറന്നിരിക്കുന്നു. BJPയും SDPIയും ഒരുപോലെയാണ് സീറ്റ് എണ്ണത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ. എന്നാൽ പട്ടാമ്പിയിലോ കോൺഗ്രസുകാരും ലീഗുകാരും പല സീറ്റും പല ഭാഗങ്ങളിലും ഓങ്ങല്ലൂർ ഉൾപ്പെടെ BJPക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുക്കുമ്പോഴും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിറ്റൂർ മണ്ഡലത്തിലും എന്ന് മാത്രമല്ല നെന്മാറ മണ്ഡലത്തിൽ ഉൾപ്പെടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് തീരുമാനിച്ചു, ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ. അതാണ് ആത്മാർത്ഥമായ സംഘപരിവാര വിരോധമുള്ള ഏക രാഷ്ട്രീയ പാർട്ടി SDPI ആണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ BJPയെ ഞങ്ങൾ ഒരു സീറ്റിലേക്ക് ഒതുക്കുകയും
SDPI 5 സീറ്റിൽ BJPയോട് മല്ലടിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ള ഓങ്ങല്ലൂരിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, നിങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ രാഷ്ട്രീയത്തെ, ഇതിന്റെ പ്രവർത്തനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ, നിങ്ങൾ പിന്തുണച്ചതുപോലെ വരും കാലങ്ങളിലും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്നത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷഹീദ് പ്രിയപ്പെട്ട നിസാർ സാഹിബിന്റെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI.